ഹായ്, ഞാൻ ഐജി മത്തായി. ക്രിസ്മസ് അല്ലേ, നമുക്ക് പല കളറിലുള്ള പല തരത്തിലുള്ള കുക്കീസ് ഉണ്ടാക്കി നോക്കാം. ഈ കുക്കീസിൽ ഞാൻ കുറച്ച് കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. കുറച്ചുകൂടി സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബട്ടറാണ് ചേർക്കുന്നത്. ഷുഗർ വളരെ കുറച്ചേ ചേർക്കണുള്ളൂ. 2 കപ്പ് മൈദയ്ക്ക് ഞാൻ 1/2 കപ്പ് ഷുഗറേ ചേർത്തിട്ടുള്ളൂ. മധുരം പാകത്തിന് മധുരമുണ്ട്. ഇത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് വെക്കുക. ഇവിടെ നല്ല കിളികളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് സൗണ്ട് കുറവുണ്ടാവും. ഞാൻ മിക്സ് ചെയ്യാൻ വേണ്ടി വിസ്കാണ് ഉപയോഗിച്ചത്. ബീറ്റർ വേണമെങ്കിൽ ബീറ്റർ യൂസ് ചെയ്യാം. ബട്ടറും ഷുഗറും കൂടെ മിക്സ് ചെയ്തതിലേക്ക് 1 മുട്ടയാണ് ഞാൻ ചേർക്കുന്നത്. 1 മുട്ട കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഞാൻ ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഒത്തിരി ഹാർഡായിട്ട് ഇളക്കുകയൊന്നും വേണ്ട. നമ്മുടെ ഒരു ടേബിൾ ടോപ്പിലോ ഇട്ടിട്ട് പതുക്കെ സോഫ്റ്റായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ കുറച്ച് റൂം ടെമ്പറേച്ചറിലുള്ള പാല് ചേർക്കാം. ഞാൻ പാല് ചേർത്തില്ല. നല്ലപോലെ ഒരുവിധം നല്ല കട്ടയില്ലാതെ മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെക്കുക. കൂടുതൽ ലിക്വിഡായിട്ട് തോന്നുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ ഒന്ന് വെച്ചിട്ട് 1 മണിക്കൂർ വെച്ചിട്ട് എടുത്താൽ കുറച്ചുകൂടി ഇത് ചെയ്യാൻ ഒട്ടൽ കുറഞ്ഞിട്ടും. അത് കഴിഞ്ഞിട്ട് ഒരു ടേബിൾ ടോപ്പിലോ ഒരു ഷീറ്റിലോ ഇട്ടിട്ട് ഒരു പ്ലാസ്റ്റിക് ഷീറ്റും കൂടെ വെച്ച് നമ്മൾ പ്രസ് ചെയ്തെടുക്കുകയാണ്. ഒത്തിരി കനം കുറയ്ക്കണ്ട. ഒത്തിരി കനം കുറച്ച് നമ്മൾ എടുത്ത് വയ്ക്കുമ്പോഴൊക്കെ പൊട്ടിപ്പോവും. അങ്ങനെ നമ്മുടെ മോൾഡ് വെച്ചിട്ട് എനിക്ക് ആദ്യം ഈ മാൻകുട്ടിയുടെ, അതായത് റെയിൻഡിയറിൻ്റെ മോൾഡ് ഉണ്ടായിരുന്നില്ല. ഞാൻ അന്ന് ആമസോണിൽ നോക്കിയപ്പോൾ ഭയങ്കര റേറ്റായിരുന്നു, അതുകൊണ്ട് വാങ്ങിയില്ല. ഞാൻ തന്നെ കട്ട് ചെയ്തെടുത്ത്. ഇപ്പോൾ എനിക്ക് ആമസോണിൽ നിന്ന് റെയിൻഡിയറിൻ്റെ മോൾഡ് കിട്ടി. അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടിരിക്കാം, ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം. ആ മോൾഡ് വെച്ചിട്ട് ഞാൻ കുറച്ച് റെയിൻഡിയർ ഉണ്ടാക്കി, കുറച്ച് സ്റ്റാർ എല്ലാം ഉണ്ട്, ബൂട്ട്, അങ്ങനെ പല ഡിസൈൻസും ഞാൻ ഉണ്ടാക്കി. അത് ഉണ്ടാക്കി വെച്ചിട്ട് വെക്കുന്നത് 160 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 15 മിനിറ്റ് കൊണ്ട് ഇതാവും. ഞാനിവിടെ ഇത് ഉണ്ടാക്കിയത് ഓവനിലാണ്. ഞാൻ ചരുവത്തിലും ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഓവനിൽ. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് ഗ്ലാസ് കുക്കീസാണ്. അകത്ത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ നാരങ്ങ മിഠായി ഇല്ലേ, ആ മിഠായി മെൽറ്റ് ചെയ്തിടുകയാണ് ചെയ്തത്. അത് ഞാൻ ഉണ്ടാക്കിയപ്പോൾ അത് ശരിയായില്ല. അത് ഞാൻ ബട്ടർ പേപ്പറാണ് വെച്ചത്. ബട്ടർ പേപ്പറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും, പിടിച്ചു പോരില്ല. ഞാൻ സിലിക്കോൺ ഷീറ്റിൽ വെച്ചാൽ ഒരു കുഴപ്പമില്ല. അതെനിക്ക് പിന്നീടാണ് മനസ്സിലായത്. സിലിക്കോൺ ഷീറ്റിൽ വെച്ചെടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇടയ്ക്ക് ഗ്ലാസ് പോലെ ഉള്ളിലിരിക്കും. പ്ലെയിനായിട്ട് ഉണ്ടാക്കിയ കുക്കീസിൻ്റെ മേതെ ഞാൻ കുറച്ച് വൈറ്റ് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്ത് അതിൽ പല കളേഴ്സ് ചേർത്ത് ഞാൻ പല ഷേപ്പിലുണ്ടാക്കി. അത് ഡീറ്റെയിൽഡായിട്ട് പറയുന്നില്ല. നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഓരോ ഇഷ്ടമുള്ള ഡിസൈൻ ഉണ്ടാക്കാം. ഒരു ടൈപ്പോടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ കുറച്ച് കൊക്കോ പൗഡറും കൂടെ ആഡ് ചെയ്ത്, ബ്രൗൺ കളറ്. അത് ഞാൻ ആദ്യം ചെയ്തതാണ്. അതിട്ട് ഞാൻ ഓർത്തത് അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ പഞ്ചസാര മെൽറ്റ് ചെയ്ത് ഒഴിക്കാമെന്നാണ് കരുതിയത്. പക്ഷെ അത് അത്ര സക്സസ് ആയില്ല. എന്നായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. അന്നേരം എൻ്റെ കയ്യിൽ ഈ നാരങ്ങ മിഠായി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഷുഗർ മെൽറ്റ് ചെയ്ത് ഒഴിച്ച് നോക്കിയത്. അതും ഇതുപോലെ ഗ്ലാസ്, അന്ന് സിലിക്കോൺ ട്രേ അല്ല വെച്ചത്. അതുകൊണ്ട് ഇച്ചിരി ഒരു ഫ്ലോപ്പ് പറ്റിയ കേസാണ്. മറ്റത് തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പ്ലെയിൻ കുക്കീസ് ഉണ്ടാക്കിയിട്ട് വൈറ്റ് കോമ്പൗണ്ടിൽ പല കളർ മിക്സ് ചെയ്ത് പല ഡിസൈൻസ് വരയ്ക്കുക. അല്ലെങ്കിൽ ഗ്ലാസ് കുക്കീസ്, രണ്ടും വളരെ സൂപ്പറാണ്.